ഞാൻ ശ്രദ്ധിച്ചില്ല. പ്രഖ്യാപിച്ചോ? ഉണ്ടോ? ആ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തിന് അച്ഛനെ വിളിപ്പിച്ചു ചില ആളുകൾ, പാർട്ടിയുടെ കേഡർമാരായിട്ടുള്ള ആളുകൾ, നേതാവായിട്ടുള്ള സുധാകരന്റെ അച്ഛനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊന്നും നമ്മുടെ പാർട്ടിയുടെ ആളുകളിലൊന്നും അയാളുടെ പിതാവിനെ വിളിച്ച് അസഭ്യമൊന്നും പറയല്ല. അതൊന്നും ഞങ്ങളുടെ സംസ്കാരമല്ല, ഞങ്ങൾ ചെയ്യത്തുമില്ല. പിന്നെ ജെ സുധാകരൻ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടിയുമായി ഇത്രയും പതിറ്റാണ്ട് ബന്ധമുള്ള അതിപ്പോ പതിറ്റാണ്ട് ബന്ധമുള്ള എത്രയോ പേര് വലിയ ബന്ധമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ട് ചിലരെ ഞങ്ങൾ പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നാ, ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. എം മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാ, ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം, ഷൂവാ. അതിപ്പോ എനിക്കറിയത്തില്ല അവിടുത്തെ കാര്യങ്ങൾ. ആലപ്പുഴയിലെ കാര്യം അവരാ പറയുന്നത്. ആലപ്പുഴ എന്നാലും അയാള് പ്രസ്ഥാനം വിട്ടൊന്നും പോകുന്നൊന്നും ശരിയല്ല. അല്ലാതെ മത്സരിക്കുന്നതൊക്കെ തെറ്റാണ്. അയാൾ മന്ത്രിയായിരുന്ന ആളാണ്, ദീർഘനാള് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് വേണ്ട. വൈകാരികമായാലും അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം, അതിനെയൊക്കെ പാർട്ടി നേരിട്ട് പോവുകയുള്ളൂ. അതൊന്നും ഇല്ലെന്നേ. ഇല്ലെന്നേ. ഇതിനു മുമ്പ് എത്ര പേരെ പുറത്താക്കി. എന്നിട്ട് ഈ പാർട്ടിക്ക് എന്ത് പറ്റി? അവിടെയൊക്കെ പേര് ഇപ്പൊ പറയുന്നത് മര്യാദകേടായോണ്ടാ ഞാൻ പറയാത്ത. പുറത്താക്കിയവര് പിന്നെ അല്ലാണ്ട് ഇപ്പൊ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്ന കെട്ടിയിട്ടില്ലാരേ. എം മണിക്ക് ഇതിനകത്ത് തുടരാം, വേണ്ട പോകാം. അതിനൊരു സ്വാതന്ത്ര്യമൊക്കെ എം മണിക്കുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇതിനകത്ത് കെട്ടിയൊന്നും വെക്കല്ല, പാർട്ടിക്കകത്ത് അയാള് MLA, MP, മന്ത്രിയും എല്ലാം ആയതല്ലേ. 63 വർഷം പാർട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രസ്ഥാനം മുന്നോട്ട് പോകും. പോകുന്ന പോക്കാ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം നൽകിയ ഒരാളല്ലേ. എല്ലാം ഒന്നും നൽകിയത് കാറൽ മാർക്സും എംഗൽസുമാ. എല്ലാം നൽകിയത് കാറൽ മാർക്സ്, എംഗൽസ്. പിന്നെ എങ്ങനെ നോക്കാം, EMS ഒരുപാട്, ഇന്ത്യയിലെ P. സുന്ദരയ്യ, അവിടൊക്കെ വലിയ സംഭാവന ചെയ്ത് ഈ പ്രസ്ഥാനമാക്കിയതാണ്. അതിനകത്ത് ജെ സുധാകരനും MM മണിയും ഇന്നുള്ള പാർട്ടിയുടെ ഞങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ അതിനകത്ത് താഴെ പിന്നീട് വന്നവരാണ്. അവരെ ഓരോരുത്തരും അവരുടേതായ സംഭാവന ചെയ്തിട്ടുണ്ടാവും. MM മണി എനിക്ക് പറ്റുന്ന സംഭാവന ചെയ്തിട്ടുണ്ട്. കേക്കല്ലേ? അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. അവിടെ എന്താ പറയാൻ, അതൊക്കെ പാർട്ടി നേരിട്ടു. അത്ര MM മണിയെ MLA ആക്കി 10 വർഷം മന്ത്രിയാക്കി ഇടുക്കി ജില്ലയിൽ നിന്ന്. ആദ്യം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞാനാ മന്ത്രിയാ. എന്നും ഇപ്പൊ എന്നെ മന്ത്രിയാക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറയപ്പെടുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന അതിർത്തിയാണ്, എനിക്കൊരു അതിർത്തിയില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പാർട്ടിക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? ആളുകൾ എങ്ങനെ എന്തെല്ലാം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പാർട്ടിയുടെ തീരുമാനം പാർട്ടിയാണ് തീരുമാനം. അത് അങ്ങനൊന്നുമില്ല. അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തന്നെ പോകാൻ പറ്റുമോ? അതൊക്കെ അവിടെ പാർട്ടി നേരിടും. നിങ്ങളീ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോ പാർട്ടിയിൽ നിൽക്കുമ്പോൾ വലിയ പുള്ളിയാ, MM മണിയാണ്, MLA ആണ്, നേരത്തെ മന്ത്രിയാ, 40 വർഷമായി സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്, 28 വർഷം ജില്ലാ സെക്രട്ടറിയാണ്. ഇടുക്കി ജില്ലാ പാർട്ടിക്ക് ഞാൻ എന്താ സംഭാവന ചെയ്തതാ. പക്ഷെ നാളെ ഈ പ്രസ്ഥാനം വിട്ടു പോയത് ഞാൻ പോക്കാം. എന്റെ കാര്യം ഇപ്പം ജീവിച്ചിരിക്കുമ്പോ ചത്തന്ന നല്ല ചെങ്കോടിയാലും വരും. ആർക്ക്? അയാള് മന്ത്രിയായിരുന്ന ആളല്ലേ.
അപ്പൊ ആവശ്യമായ കൺവെൻഷൻ വിളിക്കാനൊന്നും താൻ തയ്യാറല്ല, മത്സരിക്കുന്നു മാത്രമാണ്. അതൊക്കെ ആരുടെ കാര്യമാണ്, അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊന്ന് സർക്കാരിനെതിരെ വലിയ ഒരു ഈ കാര്യം പറയുന്നത്, അദ്ദേഹം പറയുന്ന ഒരു കാര്യം 1000 കോടി റോഡിന് വേണ്ടി ഇറക്കിയിട്ട് 750 കോടിയുടെ നിർമ്മാണമേ നടന്നിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞാൽ അത് ഇനിയെല്ലാം ഞങ്ങൾ നേരിടും.